കളിയല്ല കല്യാണം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്കേ അറിയൂ. ഇതൊന്ന് നടന്നിട്ട് വേണം മേടിക്കാൻ. ചന്തക്കടവിലുള്ള ഔസേപ്പിന്റെ വീട്ടിൽ നിന്നും 4 കൂട്ടി മുറുക്കി തുപ്പണത് ആരാണ്ടാ? ഞാനല്ല, പാരീതല്ല, പൊന്നപ്പനല്ല. ഭാര്യയെ കൂമ്പിനിടിക്കും കുഞ്ഞപ്പനാണ്. കരക്കാരുമായി ചുമ്മാ വഴക്കടിക്കാൻ രാവിലെ പോണതാണ്. അവരായിരുന്നു. ഞാൻ കരുതി താനായിരിക്കുമെന്ന്. അതിരിക്കട്ടെ, താനാരാടോ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ വന്ന താനാരാടോ പറ. താനാരാടോ? ഞാൻ മൂന്നാനാ. മൂന്നാനയോ? ബാക്കി 2 ആന എവിടെ? അതല്ല, ഞാൻ മത്തായി. മത്തായി പോയോ? രാവിലെ തന്നെ സ്മാൾ അടി തുടങ്ങി കാണുമല്ലേ? ഓ അല്ലല്ല, ഞാൻ ബ്രോക്കർ മത്തായി. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതെന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തോന്നുന്നതാ. ഞാനത് ആലോചിച്ചില്ല. ആട്ടെ, എന്താ വന്നത്? കല്യാണ പ്രായം കഴിഞ്ഞുള്ള പെണ്ണുങ്ങൾ ഒന്നല്ല 2 വീട്ടിൽ. പയ്യനുണ്ടല്ലോ കമ്മീഷൻ, വേഗം തന്നേക്കൂ. അങ്ങനെ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു പ്രൊപ്പല്ലറും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രൊപ്പല്ലർ അല്ലടോ, പ്രൊപ്പൗലോസ്. അതായത് ആലോചന, കല്യാണാലോചന. ആ, ഇതിനു മുമ്പ് ഒരുപാട് ആലോചന ഇവിടെ വന്നതാ. പക്ഷെ എന്റെ പെങ്ങന്മാർക്കത് പിടിക്കണ്ടായോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയും കല്യാണം കഴിക്കാതെ നീരും പറ്റി വിധവകളായിട്ട് എത്ര നാളിങ്ങനെ അവർ ജീവിക്കും? ഏതേലും ചെറുക്കന്മാര് വന്നാലേ ഇഷ്ടപ്പെടണ്ടായോ? നിറമുണ്ടെങ്കിൽ കളറില്ല, കളറുണ്ടെങ്കിൽ ഹൈറ്റ് ഇല്ല, ഹൈറ്റ് ഉണ്ടെങ്കിൽ കടുപ്പമില്ല. ഏത് ചെറുക്കന്മാർക്കൊണ്ട് ഈ 3 ഗുണവും? ചേട്ടൻ പറഞ്ഞ ഈ 3 എണ്ണമുള്ള ചെറുക്കന്മാര് എന്റെ കയ്യിലുണ്ട്. അവന്മാരുടെ ഗുണഗണങ്ങളെ പറ്റി കേൾക്കണ. മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ ടൈപ്പല്ല, ബാറിൽ കേറി ഡെയിലി മോതണ സൈസല്ല. മന്ദനാണേലും മരമണ്ടന, ചേട്ടന്മാരെല്ലാം ഹൈ ലെവലില. അവർ നെല്ലിയാപ്പതിയിലിപ്പോ ജയിലില. ലേഡീസിന്റെ മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ, മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ ടൈപ്പല്ല. ബാറിൽ കേറി ഡെയിലി മോന്തണ സൈസല്ല. പറഞ്ഞു കേട്ടിടത്തോളം 5 പൈസക്ക് കൊള്ളാവുന്ന ഒരു ആലോചനയാണ്. ഞാൻ ഏതായാലും അവളെ വിളിക്കാം. മത്തായി ഒന്ന് സംസാരിച്ചു നോക്ക്. ഓക്കെ. മോളെ ത്രേസ്യാക്കുട്ടി, എടീ ത്രേസ്യാക്കുട്ടിയെ, എവളവിടെ ആഴ വിളിച്ച് എവളവിടെ എന്തെടുക്കുവാ? നീ വാടി ത്രേസ്യേ. പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ, കന്നി താമരപ്പൂമോളേ കന്നി താമരപ്പൂമോളേ, വാ വാ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. നേരാങ്ങളെ, എന്നെ വിളിച്ചോ? നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ അല്ലിമലർക്കാവിൽ കുർബാന കാണാൻ പോയിരിക്കുവായിരുന്നു. ആട്ടെ, എന്തിനാ എന്നെ വിളിച്ചത്? പറയാം. എത്ര ചെറുപ്പക്കാരിവിടെ കേറി ഇറങ്ങി മെഴുകിയതാ. അതൊന്നും കാര്യമാക്കണ്ട.
പുറത്താരും അറിഞ്ഞിട്ടില്ല, ഞാനായിട്ട് പറയേയില്ല. എടോ അതല്ല, എത്ര പേരിവിടെ പെണ്ണ് കണ്ടുപോയി എന്ന് പറഞ്ഞതാ. എന്നിട്ട് എന്തായി? അവർക്ക് പിടിക്കുമ്പോ ഇവർക്ക് പിടിക്കത്തില്ല, ഇവർക്ക് പിടിക്കുമ്പോ അവർക്ക് പിടിക്കത്തില്ല, ഇവർക്ക് രണ്ടുപേർക്കും പിടിക്കുമ്പോ എനിക്ക് പിടിക്കത്തില്ല, എല്ലാവരെയും പിടിച്ചു വരുമ്പോ ഇവർക്കാർക്കും എന്നെ പിടിക്കത്തില്ല. ഇങ്ങനെ അവര് പിടിച്ചു ഇവര് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? എവിടെയെങ്കിലും ഒരു പിടി മുറുക്കണ്ടേ? കൊച്ചു റേസിക്ക് എന്താ ഒരു കുഴപ്പം? ഹോ, ഇപ്പോഴും കണ്ടാൽ എന്താ ഒരു ചന്തം? ഒരു മധുര 17, അല്ലെങ്കിൽ ഒരു മധുര 18, ഏറിയാൽ ഒരു മധുര 19. ഹോ ദൈവമേ, ആ ചിരി കണ്ട അനുരാഗവതി, നിൻ ചൊടികളിൽ നിന്ന് ആലിപ്പഴം പൊഴിയും. മതി മതി വർണ്ണന മതി. ഞാനൊരു സത്യം പറഞ്ഞതാണേ. പണ്ടൊക്കെ കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോകുന്ന ത്രേസ്യാക്കുട്ടിയെ കാണുമ്പോ, അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കാവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടിക്കരളുള്ള പാവാടക്കാരി. വേണ്ട മോനി വേണ്ട മോനി വേണ്ട മോനി വേണ്ട മോനി, ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ, ഈ പ്രപ്പോസൽ ഇഷ്ടമല്ലടാ. കാര്യമില്ലടേ, ഒരു കാര്യമില്ലടേ, എവരുടെ പുറകെ നടന്ന് കാര്യമില്ലടേ. കൊച്ചു ത്രേസ്യയെ എടി എടി, കേറിപ്പോടി 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 കേറിപ്പോടി. കേറി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ എങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞാലും നേരാങ്ങളെ എത്രയൊക്കെ നിർബന്ധിച്ചാലും ഈ മൂന്നാൻ കൊണ്ടുവന്ന ആലോചന എനിക്ക് വേണ്ട. വേണ്ടാന്നോ? എന്നെയാണ് പറഞ്ഞ? എൻ്റെ മനസ്സിലുള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ സുന്ദരനാണ്, സുമുഖനാണ്, നിത്യവസന്തമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ പാട്ടും പാടി എൻ്റെ പുറകെ നടന്നിരുന്ന കാലം. വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. ആരെങ്കിലും വന്നാലോ കണ്ടു ചിരിച്ചാലോ, അത് കണ്ടു ചിരിച്ചാലോ. വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. എന്റെ കൊച്ചു കള്ളി ത്രേസ്യാക്കുട്ടി, മണ്ടിപ്പെണ്ണേ. എന്താ ചേട്ടാ? ആരക്കെതിർത്താലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്റെ താലിയിൽ ഞാൻ കഴുത്ത് കെട്ടിയിരിക്കും. ചേട്ടാ, നിന്റെ കെട്ടിയിൽ ഞാൻ കഴുത്ത് താലിയിരിക്കും. ഐ ആം ഷാരി. എങ്ങനെയെങ്കിലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ഇത് സത്യം സത്യം സത്യം. പോയി വരൻ. 7 തിരി വിളക്കിൽ എണ്ണയൊഴിച്ച് ഞാൻ കാത്തിരിക്കും. എല്ലാം നേടി വലിയ പണക്കാരനായിട്ട് തിരിച്ചു വരൻ. എന്നും നീ മാത്രമായിരിക്കും എൻ്റെ മനസ്സിൽ, നീ മാത്രം. ജയഭാരതിക്ക് സുഖമാണോ? എന്നതാടി ആലോചിക്കുന്നേ? നിന്റെ കപ്പൽ മുങ്ങിയോ അതോ വെള്ളം മറിഞ്ഞോ? ഞാൻ എൻ്റെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് ആ നിത്യവസന്തത്തിനെയാണ്. അയാള് ബോംബെയിൽ പോയി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. നമുക്ക് വേറെ ആലോചിക്കാം. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ല, ചെയ്യില്ല. നീ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ? അല്ല, സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കളരി ദൈവങ്ങളാണ് സത്യം, 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 സത്യം. ഇത് ഞാൻ നടത്തിയിരിക്കും, നടത്തിയിരിക്കും, നടത്തിയിരിക്കും. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചിരിക്കും, മരിച്ചിരിക്കും, മരിച്ചിരിക്കും. മൂന്നാനെ, ത്രേസ്യയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, മറിയാമ്മയെ കൊണ്ട് ഞാൻ കെട്ടിച്ചിരിക്കും. മറിയാമ്മയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ലേ? മറിയാമ്മയെ താൻ കണ്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, എന്റെ പെങ്ങളായതുകൊണ്ട് പറയാമല്ല, അവളെ ഒന്ന് കാണണം. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്. ആ പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപായസം പോലൊരു പെണ്ണ്,
പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്, ആ പൈനാപ്പിൾ പോലൊരു പെണ്ണ്. പൈനാപ്പിൾ പൈനാപ്പിൾ എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് വന്ന് നിക്കണാണ്ടില്ലേ ഒരു കൂഴച്ചക്ക. നല്ല പരുവത്തിൽ പൈനാപ്പിൾ പോലെയായി ഇരുന്നത്, മൂത്ത് പറഞ്ഞപ്പോ കൂഴച്ചക്ക പോലെയായി. ഇരുന്ന് പടുത്ത് കാക്ക കുത്തുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടാൻ പറ്റിയ ചെറുക്കന്മാര് വല്ലതും തൻ്റെ കയ്യിലുണ്ടോടോ? ഈ ചക്കക്ക് പറ്റിയൊരു ചെക്കൻ എന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, ഇരുമ്പനം വാസു. പക്ഷെ അവന്റെ കല്യാണം കഴിഞ്ഞ് ഭാഗ്യത്തിന് ഡൈവോഴ്സായി. വേണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. ചെക്കൻ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് കരുതി പേടിക്കണ്ട, അധികം ഓടിയിട്ടില്ല. ഓടുകയോ ചാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എന്റെ മനസ്സിലുള്ള ചെക്കനെ ആരും ഓടിക്കാൻ നോക്കണ്ട. അദ്ദേഹം എന്നേ അവിടെ കുടിൽ കെട്ടി താമസിച്ചു കഴിഞ്ഞു. ബാലേട്ടാ, എന്റെ ബാലേട്ടാ. സവാരി ഗിരി 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 ഗിരി. എന്റെ മറിയാമേ, നീ കിടന്ന് മറി മറി മറി. ബാലേട്ടാ, ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ ഈ ഉള്ള കാലം മുഴുവൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് നിന്റെ കുടുംബത്തോടെയുള്ള കുഴപ്പം. കണ്ണ് തെറ്റിയാൽ എണ്ണ എടുത്ത് കണ്ണിലൊഴിക്കും. നിന്റെ അടുത്ത് ആര് പറഞ്ഞടി ആവശ്യമില്ലാത്തടുത്ത് എണ്ണ എടുത്തൊഴിക്കാൻ? ചേട്ടാ, എണ്ണയും വെണ്ണയൊക്കെ വിടു ചേട്ടാ. നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞു, ഞാൻ അറിഞ്ഞു. നമ്മുടെ ഈ കല്യാണത്തിന് എതിര് നിൽക്കുന്നത് നിന്റെ ആ വൃത്തികെട്ട ആങ്ങളെയാണെന്ന് അറിഞ്ഞു. അവനോട് പറഞ്ഞേക്ക്, വാഴയില വെട്ടി വിരിച്ച് കാത്തിരുന്നിട്ട് മതി എന്നോട് കളിക്കാനെന്ന്. ബാടി അങ്ങ് ചെല്ലും അവന്റെ അമ്മയുടെ തറവാട്ടിലേക്ക്. അവന്റെ 3 അടി 4 ഇഞ്ചിൽ ഞാൻ സവാരി ഗിരിഗിരി നടത്തും. നോക്കിക്കോ, ഞാനിനി മിണ്ടില്ല. അപ്പോഴേക്കും പിണങ്ങിയോ മുണ്ടക്കൽ മറിയേ? നിന്റെ കവിളിൽ എന്താ? കവിളിടയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ, കരിമിഴിയിൽ കവിതയുമായി മറിയാമേ നിന്റെ ചൊടിയിൽ വിരിയും അഴകിൻ മധുരം പകർന്നു തരൂ. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അതെ, ഞാൻ തന്നെ. എനിക്കൊരു വാക്കേ ഉള്ളൂ. 4ാമത്തെ പെഗിൽ 5ാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോഴേക്കും 6ാമത്തെ പെഗ് അടിക്കാൻ ഞാൻ എത്തിയിരിക്കും. ആരാ ചേട്ടാ ഫോണിൽ? ഞാൻ പോയിട്ട് വരാം. അവന്മാര് 4ാമത്തെ പെഗിൽ 5ാമത്തെ ഐസ് ക്യൂബ് ഇടുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. അല്ലെങ്കിൽ മുഴുവൻ അവന്മാരെ അടിച്ചു തീർക്കും. അത് ശരി, നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാണല്ലേ ആ ബാറിൽ നിന്ന് ഇറങ്ങാത്ത ബാറാം തമ്പുരാൻ. ആ കള്ളുടിയനെ ഇനിയും നീ മറന്നില്ലെങ്കിൽ ഞാൻ സൈനൈഡ് അടിച്ച് തെങ്ങിന്റെ മണ്ടയ്ക്ക് ഒരു കൈവിട്ട് റെയിൽ പാളത്തിൽ തലവെച്ച് ചാകും. ശവം കടലിൽ പൊക്കി നടക്കും. അത് കാണണ നിനക്ക്. ചാവിട്ടി നിന്റെ കാശാരി ഉറപ്പിക്കും. ഈ ഔസേപ്പിനെ നിനക്കറിയില്ല. ഈ മുതുകൊരങ്ങൾക്ക് കാവലിരുന്ന് ഞാൻ മൂത്ത് നരച്ചു. എനിക്കിതുവരെ ഒരു പെണ്ണ് കെട്ടാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുവാ. നിർത്തൂ. അവരെ നിർബന്ധിക്കണ്ട. ഇത്രയും വയസ്സായിട്ടും അവരുടെ മനസ്സിൽ നിന്നും അവന്മാര് പോയിട്ടില്ല. ഞാൻ ഇനിയും വരും, അവരെയും കൊണ്ടുവരും, വന്നിരിക്കും.